അച്ഛൻ്റെ ജന്മദിനം. ഇന്നേ ദിവസം നമ്മെ നാമാക്കിയ നമ്മുടെ അധ്യാപകരെ ഓർക്കാം, പരിഗണിക്കാം, അവർക്കായി പ്രാർത്ഥിക്കാം. നാം കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരിലും നാം ഓരോ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓരോ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ അധ്യാപകരാണ്. നമ്മെ നന്മയിലേക്ക് നയിക്കുന്നു. നിറദീപങ്ങളായിട്ട് നമ്മുടെ അധ്യാപകരെ നമുക്ക് മനസ്സിൽ നിന്ന് ഓർക്കാം. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം എല്ലാവിധ മംഗളങ്ങളും എല്ലാ അധ്യാപകർക്കും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. ഒരു അധ്യാപകന് കൂടിയായിരുന്നു. രാഷ്ട്രപതി എന്നുള്ളേക്കാൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ച ആളായിരുന്നു ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മുടെ അധ്യാപക ദിനമായിട്ട് ഇന്ത്യയിലെ ആഘോഷിക്കുന്നത്. അപ്പൊ ടീച്ചറിന് ഈ അധ്യാപകത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെ പേരിലുള്ള പ്രത്യേക ആശംസകൾ. ഇരുളിന്റെ ലോകത്തെങ്ങും അറിവാകും കൈത്തിരിയേന്തി ഉയരുവാൻ പ്രാർത്ഥനയോടെ പാദതെളിച്ചു തന്നവർ ഗുരുനാഥർ. പക്ഷെ ചിലരുടെ വിചാരമുണ്ട് നമുക്ക് അത് പഠിക്കാൻ, എനിക്കത് കിട്ടില്ല എന്നൊരു ചിന്തയുണ്ട്. അപ്പൊ നമ്മളത് പഠിക്കുന്നത് മാറ്റി. അപ്പൊ ടീച്ചറിന്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുട്ടി ടീച്ചർ പഠിപ്പിച്ചത് ഒരു ഓട്ടിസത്തിന്റെ ഒരു ചെറിയതുള്ള കുട്ടിയായിരുന്നു. അവൻ ഇംഗ്ലീഷ് ഒട്ടും പഠിക്കില്ല. ഇംഗ്ലീഷ് അവന് കിട്ടില്ല എന്ന് അവൻ മനസ്സിലുറപ്പിച്ച ചെയ്യണം. ടീച്ചർ 4ാം ക്ലാസ്സിലാണ്. അവൻ ടീച്ചറുടെ ക്ലാസ്സിൽ വന്നു. മലയാളമൊക്കെ എന്തെങ്കിലുമൊക്കെ അവൻ എഴുതും. ഇംഗ്ലീഷ് എഴുതാൻ പറഞ്ഞു കഴിയുമ്പോൾ അവൻ എന്നോട് ദേഷ്യപ്പെടും. ഇത് കിട്ടില്ല എന്നല്ലേ പറഞ്ഞു. ഭയങ്കര ദേഷ്യമാണ് അവന്. കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കില്ല ഇങ്ങനെയൊക്കെയായിരുന്നു. അവസാനം ടീച്ചർ എങ്ങനെയാണ് പഠിക്കുക. ടീച്ചർ വീട്ടിൽ ചെന്നാലും ടീച്ചറിന്റെ വിചാരം തന്നെയാണ് ഇവരെ എങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുക്കുന്നുള്ളത്. എല്ലാ ഇന്ത്യക്കാരും സഹോദരി പ്രധാന വാർത്തകൾ പറയുന്നത് 3ാം ക്ലാസ്സിൽ നിന്നും കേൾപ്പിച്ചു. അൻവറിന്റെ പരാതി CPM സെക്രട്ടറിയേറ്റ് ചർച്ച ചെയ്തു. തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനും നൽകിയുള്ള PV അൻവർ നൽകിയ പരാതി. അറിയൂ നമ്മുടെ ഗുരുനാഥൻ അക്ഷരവിദ്യ പഠിപ്പിക്കും അലിവോടെന്നും ഗുരുനാഥൻ അജ്ഞത മുറ്റം പാതകളിൽ പേര ഇതിന് കുറെ ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണ്. ഇതിന്റെ വെള്ളം നമ്മൾ കോവിഡൊക്കെ വന്നിട്ടുണ്ടാക്കുന്ന മൃഗമേത്? സിംഹം. ആരെ കറക്റ്റ് ആയിട്ട്? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എല്ലാവരും കേട്ടിട്ടുണ്ട്. അത് അറിയോ നിങ്ങൾക്ക്? അത് എന്താണ്? ആ പഴഞ്ചൊല്ല് എന്താണെന്ന് അറിയോ? നിൽക്കുമ്പോൾ ഒപ്പം 5, 6, 7, 8 രണ്ട് കാലിനകത്ത് വെച്ച് എല്ലാവരും കൈ എന്ത് ചെയ്യണം? കാലിന്റെ നടുക്കായിട്ട് നിലത്ത് കുത്തണം. ഇരുളിന്റെ ലോകത്തെങ്ങും അറിവാകും കൈത്തിരിയേന്തി ഉയരുവാൻ പ്രാർത്ഥനയോടെ പാദതെളിച്ചു തന്നവർ ഗുരുനാഥർ. വിടരുവാനോരോ പൂവും കൊതിയോടെ വന്നെത്തും പലതാകും വർണ്ണങ്ങൾ മഴവിൽ വിരിച്ചിടും പിരിയാത്ത കൂട്ടുകാർ മാരിയിൽ മഴ തോൽക്കും കുടകൂട്ടായി വന്നു മാനസം. ഗുരുനാഥരില്ലെങ്കിൽ ജന്മമായിടും ഇതുപോലെ ഈ ഭൂവിൽ വിരിയുന്ന ഓരോന്നും ഗുരുനാഥരില്ലെങ്കിൽ ജന്മമായിടും.
ബ്യൂട്ടി